ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം വെച്ചെങ്കിൽ 3 കവാടങ്ങൾ അല്ല വെച്ചാൽ 3 ഗോപുരങ്ങളെന്നാണ് പറയുക. അതായത് കവാടങ്ങൾ എന്ന് പറയില്ല, ക്ഷേത്രങ്ങൾ എപ്പോഴും ഗോപുരങ്ങൾ എന്ന് പറയും. അങ്ങനത്തെ 3 ഗോപുരങ്ങൾ, ഇതിപ്പോൾ ഇത് 2ാമത്തെ ഗോപുരമാണ്. അങ്ങനത്തെ 3 ഗോപുരങ്ങൾ കടന്നെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതാണ് 3ാമത്തെ ഗോപുരം. ഈ ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ശരിക്കും തമിഴ്നാട്ടിലൊക്കെ മറ്റുള്ള ഗോപുരങ്ങളുടെ ഹൈറ്റ് ഭയങ്കര ഹൈറ്റാണ്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഗോപുരങ്ങൾക്ക് ഹൈറ്റ് ഇല്ല, പക്ഷേ അമ്പലത്തിന് ഭയങ്കര ഹൈറ്റാണ്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു ശിവക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുക ഒരു നന്ദി പശുവാണ്. അതായത് ഈ നന്ദി പശുവിൻ്റെ വലിയൊരു പ്രതിമയാണ് ഇവിടെ കാണാൻ പറ്റുക. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ക്ഷേത്രം കാണാം. അതായത് ഏറ്റവും കൂടിയ ഹൈറ്റുള്ള ഇന്ത്യയിലെ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. കാരണം വെച്ചെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ഈ ഗോപുരങ്ങളാണ് ഹൈറ്റ് കൂടുക, ഇവിടെ ക്ഷേത്രത്തിനാണ് ഹൈറ്റ് ഉള്ളത്. ഇതെവിടെയാണ് ഈ ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഞ്ചാവൂരിലാണ്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം എന്നാണ് ഇതിനെ പറയുക. കൂടാതെ തഞ്ചാവൂർ പെരിയ ക്ഷേത്രം എന്നും തഞ്ചാവൂർ ക്ഷേത്രം എന്നൊക്കെ പറയും ഇതിന്. ഈ ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂരിനെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാക്കി തീർത്തതെന്ന് വേണമെച്ചാൽ പറയാം. ക്ഷേത്രത്തിൻ്റെ ഈ മേലെ കാണുന്ന പോർഷനെയാണ് വിമാനം എന്ന് പറയും, അല്ലച്ച കുംഭം എന്നൊക്കെ പറയും. ഇത് ഒരൊറ്റ കല്ലാണ്. അത് ഏകദേശം 80 ടണ്ണാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയും. 1000 കൊല്ലങ്ങൾക്കും മേലെ പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എങ്ങനെ ഈ 80 ടണ്ണ് ഭാരമുള്ള ഈ കല്ല് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതിന് ഇപ്പോഴും കാര്യമായിട്ടുള്ള ഒരു തെളിവുകളില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് നേരെ മുന്നിലായിട്ട് ശിവൻ്റെ വാഹനമായിട്ടുള്ള നന്ദി പശുവിൻ്റെ വലിയൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള വിഗ്രഹമാണ്. അതിൻ്റെ വെയിറ്റ് ഏകദേശം 20 ടണ്ണോളം വലുപ്പം വരുന്ന അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു നന്ദി പശുവിൻ്റെ വിഗ്രഹമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ടൺ ഭാരമുള്ള ഈ ഒരു നന്ദി പശുവിൻ്റെ വിഗ്രഹം, കൂടാതെ ഏറ്റവും ഹൈറ്റുള്ള 212 അടി വലുപ്പമുള്ള ഈ ക്ഷേത്രം, അതിൻ്റെ മേലെയുള്ള 80 ടൺ ഭാരമുള്ള അതിൻ്റെ വിമാനം അല്ലാച്ചെങ്കിൽ അതിൻ്റെ കുംഭം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഞാൻ ഇനി ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. പക്ഷേ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ എടുക്കുന്നില്ല. ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ശിവലിംഗമാണ് പ്രതിഷ്ഠ. അതിന് ഏകദേശം 29 അടി ഹൈറ്റാണുള്ളത്. അത് ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഒരുപാട് അമ്പലങ്ങൾ, ചെറിയ ചെറിയ കൊത്തുപണികളോട് കൂടിയുള്ള ചെറിയ അമ്പലങ്ങളും അതേമാതിരി മണ്ഡപങ്ങളൊക്കെ നമുക്ക് നിറയെ കാണാൻ പറ്റും. കൂടാതെ ഈ ക്ഷേത്രത്തിന് ഒരു കോറിഡോർ മാതിരി വലിയൊരു മതിൽക്കെട്ട് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതായത് ഞാൻ കാണിച്ചു തരാം, കണ്ടാ, ഇതിനൊക്കെ ഒരുപാട് തൂണുകൾ, ചെറിയ ചെറിയ തൂണുകളുള്ള വലിയൊരു മതിൽക്കെട്ട്, അങ്ങനെയാണ് ഇതിൻ്റെ കോറിഡോർ. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വലിയ ഒരു ക്ഷേത്രത്തിന് ചുറ്റും മറ്റും ഒരുപാട് വേറെ ക്ഷേത്രങ്ങളുണ്ട്. അതായത് ഗണപതിയുടെ ക്ഷേത്രം, മുരുകൻ്റെ ക്ഷേത്രം, അമ്മൻ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അതായത് നമ്മൾ ഭഗവതി എന്ന് പറയും, ആ ഒരു സങ്കല്പം, അവരുടെ ക്ഷേത്രം. ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുകളിലൊക്കെയും ഇതേമാതിരി വലിയ ഒറ്റക്കല്ലിലുള്ള വിമാനം അല്ല കുംഭം ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഭാരം കൂടിയ ഈ ഒറ്റക്കല്ല് എങ്ങനെ ഈ 7 നല്ല ഹൈറ്റിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എത്തിച്ച്, അല്ലാച്ച ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് എത്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്രോച്ച് റോഡ് പണിയില്ലേ പാലത്തിന്, അതേമാതിരി 1 കിലോമീറ്ററോളം നീളത്തിൽ അപ്രോച്ച് റോഡ് മാതിരത്തെ പണിതിട്ട് അതിൻ്റെ മേലെ കൂടെ ആനകളെ കൊണ്ട് ഈ കല്ല് കെട്ടി വലിച്ചിട്ടാണ് ഈ ഗോപുരത്തിൻ്റെ മേലെ ഈ ഒരു ഒറ്റക്കല്ലുള്ള ഈ വിമാനം അല്ലാച്ചെങ്കിൽ കുംഭം പിടിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവിടെ രാഷ്ട്രീയക്കാർ വരാറില്ല. അല്ലാച്ച പൊളിറ്റീഷ്യൻസിന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് തൊഴുതു ഇത് കഴിഞ്ഞാൽ അവർ ഏത് സ്ഥാനത്താണോ രാഷ്ട്രീയത്തിലുള്ളത് അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെടുന്നുള്ള ഒരു മിഥ്യയായൊരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഇവിടെ രാഷ്ട്രീയക്കാരോ അല്ലച്ച പൊളിറ്റീഷ്യൻസ് അങ്ങനെയുള്ള ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരാറില്ല എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിനെ പ്രശസ്തമാക്കണ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ, ഇത്രയും വലിയ ക്ഷേത്രത്തിന്, അതായത് ഇത്രയും ഹൈറ്റുള്ള ഈ ക്ഷേത്രത്തിന് ഷെയ്ഡ് അല്ല നിഴലുണ്ടാവില്ല. അതായത് സൂര്യൻ ഏത് സൈഡിലാണെച്ചെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഇതിന് താഴത്ത് നിഴൽ വീഴില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ അല്ലാച്ചെങ്കിൽ പെരിയ കോവിൽ അല്ലാച്ച തഞ്ചാവൂർ ക്ഷേത്രം എന്നൊക്കെ പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.